ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലഞ്ചോ ജോഷി. അലഞ്ചോ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിളിക്കുന്നത് +2 സോഷ്യോളജി അധ്യായം 2 ക്യാപ്സ്യൂൾ കൊണ്ടുമാണ്. അധ്യായം 2 ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന. ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യയെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണിത്. ജനസംഖ്യയുടെ വലുപ്പത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ജനമരണങ്ങളിലെയും കുടിയേറ്റത്തിലെയും മാതൃകകൾ, ജനസംഖ്യയുടെ ഘടന തുടങ്ങിയവ ഇതിൽ പഠന വിധേയമാക്കുന്നു. തിയറി ഓഫ് ഡെമോക്രസി തോമസ് റോബർട്ട് മാൽത്തോസ് അവതരിപ്പിച്ച എസ്സേ ഓൺ പോപ്പുലേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മനുഷ്യന്റെ ഉപജീവന മാർഗങ്ങളുടെ വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് ജനസംഖ്യ വളർച്ച. ജനസംഖ്യ വർദ്ധനവനുസരിച്ച് ഭക്ഷ്യോൽപാദനം ഉണ്ടാകുന്നില്ല. അതിനാൽ ലോകം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നത് ജോമെട്രിക്കൽ പ്രോഗ്രഷനിലൂടെയാണ്. 2, 4, 8, 16, 32. എന്നാൽ കാർഷികോൽപാദനം അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. 2, 4, 6, 8, 10, 12. ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുക മാത്രമാണ് പുരോഗതി കൈവരിക്കാനുള്ള ഏക മാർഗം. ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാൻ 2 തരം മാർഗങ്ങളുണ്ട്: നിവാരണ നിയന്ത്രണങ്ങൾ, സ്വാഭാവിക നിയന്ത്രണങ്ങൾ. വിമർശനങ്ങൾ: യൂറോപ്യൻ രാജ്യങ്ങളുടെ ചരിത്രാനുഭവങ്ങൾ ഇദ്ദേഹത്തിന്റെ വാദഗതി തെറ്റാണെന്ന് തെളിയിച്ചു. യൂറോപ്യൻ അനുഭവം: ജനസംഖ്യ വളർച്ച നിരക്ക് കുറഞ്ഞു. പകർച്ചവ്യാധികളും രോഗങ്ങളും നിയന്ത്രിക്കാൻ സാധിച്ചു. ജനസംഖ്യ വളരുന്നതിനനുസരിച്ച് ഭക്ഷ്യോൽപാദനവും ജീവിത നിലവാരവും വർദ്ധിച്ചു. ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം സാമ്പത്തിക വിഭവങ്ങളിലുള്ള അസമത്വമാണ്. മാൽത്തൂസിന്റെ വാദം: ജനസംഖ്യയുടെ വളർച്ച എല്ലായ്പ്പോഴും ഇരട്ടി വേഗത്തിലാണ്. പകർച്ചവ്യാധികൾ മൂലം ജനസംഖ്യ കുറയും. ജനസംഖ്യ വളരുന്നതിനനുസരിച്ച് ഭക്ഷ്യോൽപാദനം വളരുന്നില്ല. ജനസംഖ്യ വളർച്ച ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി: ഓരോ സമൂഹവും ജനസംഖ്യ വർധനവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വികസന മാതൃക പിന്തുടരുന്നു. ജനസംഖ്യ വളർച്ച സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനസംഖ്യ വളർച്ചയിൽ 3 അടിസ്ഥാന ഘട്ടങ്ങളുണ്ട്. ജനസംഖ്യ വളർച്ചയുടെ 3 ഘട്ടങ്ങൾ. 1-ാം ഘട്ടം സാങ്കേതിക വിദ്യ പിന്നോക്കാവസ്ഥയിൽ സൊമാലിയ. കാരണം ഉയർന്ന ജനനനിരക്കും ഉയർന്ന മരണനിരക്കും. അനന്തരഫലം താഴ്ന്ന വളർച്ച നിരക്ക്. 2-ാം ഘട്ടം സാങ്കേതിക വിദ്യ മുന്നേറാൻ തുടങ്ങുന്നു. ഇന്ത്യ. കാരണം ഉയർന്ന ജനനനിരക്കും താഴ്ന്ന മരണനിരക്കും. അനന്തരഫലമായി ഉയർന്ന വളർച്ചാ നിരക്കും താഴ്ന്ന മരണനിരക്കും. 3-ാം ഘട്ടം വികസിത സാങ്കേതിക വിദ്യ യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം താഴ്ന്ന ജനനനിരക്കും താഴ്ന്ന മരണനിരക്കും. അനന്തരഫലം താഴ്ന്ന വളർച്ചാ നിരക്ക്. മരണനിരക്ക് കുറയുകയും ജനനിരക്ക് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. 2-ാം ഘട്ടത്തിലാണ് ഇത് കാണുന്നത്. മരണനിരക്ക് കുറയുന്നതിനുള്ള കാരണങ്ങൾ: ആധുനിക രീതിയിലുള്ള രോഗനിയന്ത്രണം, മെച്ചപ്പെട്ട പോഷകാഹാരം, പൊതുജനാരോഗ്യ ശ്രദ്ധ. ജനനിരക്ക് വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ: കുടുംബാസൂത്രണ പദ്ധതികളുടെ പോരായ്മ, മതപരമായ വിശ്വാസങ്ങൾ, ശൈശവിക ചികിത്സാ സൗകര്യങ്ങൾ. താങ്ക് യു.